കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ ആൾ ചോദിക്കുമായിരുന്നു, എനിക്ക് ഈ പാരൻസിന്റെ നെസ്റ്റിൽ നിന്ന് പുറത്ത് പോകാൻ താല്പര്യമില്ല. അപ്പൊ അത് അവൾ തീരെ കുഞ്ഞായതുകൊണ്ട് അവൾ പറഞ്ഞാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ പാരൻസിന്റെ കീഴിൽ നിന്ന് മാറുന്നത്? അതാണ് അവളുടെ ചോദ്യം. ഞാൻ പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയാൻ തോന്നിയത്, നിനക്ക് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടും. ഇപ്പം ഫ്രീഡം ഇല്ല എന്നല്ല, പക്ഷെ സ്റ്റിൽ നിനക്ക് ഓൺ യുവർ ഓൺ ആവാൻ പറ്റും. നിന്റെ എല്ലാ കാര്യത്തിലും ഒരു ഡിസിഷൻ, നിനക്ക് എന്തിടണം എന്തിടണ്ട, അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട, നിനക്ക് ജോലി ചെയ്യണോ വേണ്ടോ, എല്ലാം അപ് ടു യു ആണ്. വൺസ് യു ആർ 18 യു ആർ ഫ്രീ. ഇതങ്ങനെ പറഞ്ഞ അവൾ ശരി എന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചൊരു കാര്യം, ഞാൻ ഈയിടെയായിട്ട് മീറ്റ് ചെയ്ത കുറച്ച് പേരിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒരു 10-60 വയസ്സായാലും അല്ലെങ്കിൽ ഒരു 10-40 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് പോലും സ്റ്റിൽ അവരുടെ പാരൻസിൽ നിന്ന് ഒരു ഫ്രീഡം ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് ഞാൻ റീസെന്റ് 1-2 പേരെ മീറ്റ് ചെയ്തപ്പോൾ അവർ പറയണം, അവർക്ക് ഒരു 40-45 ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അവർ പറഞ്ഞത് അവരുടെ ലൈഫിൽ ഇപ്പോഴും പാരൻസ് ഇടപെടാറുണ്ട്. അവർക്കൊരു യാത്ര പോകണമെങ്കിൽ അനുവാദം ചോദിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ ഇങ്ങനെ വളർത്തുമ്പോൾ അതിനകത്ത് ഇടപെടുന്ന മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ സ്റ്റിൽ അവരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ്, അതപ്പോൾ ആണായാലും പെണ്ണായാലും അപ്പനമ്മമാരുടെ ഇടപെടൽ വരുന്നുണ്ട്. ഫ്രീ ആവുന്നുണ്ടോ ശരിക്കും? ഒരു 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അവരുടെ ഓൺ ഡിസിഷനിൽ പോകുന്ന എത്ര പേരുണ്ട്? എല്ലാവരും ഇപ്പോൾ എനിക്ക് ഓരോ വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കംപ്ലീറ്റ്ലി ജനറലൈസ് ചെയ്യുന്നതാണ്. അങ്ങനല്ല, ഞാനൊരു ചെറിയ വിഭാഗം ആൾക്കാരെ കാണുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എത്ര പേരുണ്ട് ഒരു ഏജ് എത്തിയതിന് ശേഷം പാരൻസിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ അല്ലെങ്കിൽ പാരൻസിന്റെ ഇടപെടൽ ഇല്ലാതെ ശരിക്കും ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണലി ഉള്ള ഒരു ഇമോഷണലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, അത് നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് അവരുടെ സ്നേഹമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് ശരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷം തരുന്നുണ്ടോ അവരുടെ ആ ഇമോഷണൽ മാനിപ്പുലേഷൻ? വേറെ പിന്നെ എനിക്കറിയത്തില്ല അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന്. ഞാൻ പിന്നെ യാത്ര പോകാൻ, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ചോയ്സസ്, നമ്മളിടുന്ന ഡ്രസ്സ്, ഈവൻ നമ്മുടെ മുടി മുറിക്കാൻ പോലും പാരൻസിന്റെ അനുവാദം, അല്ലെങ്കിൽ സ്റ്റിൽ നമ്മളൊരു 40 വയസ്സാണ് 50 വയസ്സാന്ന് പറഞ്ഞാൽ പോലും പാരൻസ് ഉണ്ടെങ്കിൽ അത്ര അതോറിറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യുന്ന പാരൻസ് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉള്ള ആൾക്കാരുണ്ട്. ആൻഡ് ശരിയാണോ? അത് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട സമയമായി. നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കണം. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവർ എന്തോ ആവട്ടെ, നമുക്ക് ഗൈഡൻസ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. നമ്മളിവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാവും. യെസ്, നമുക്ക് പേടി ഉണ്ടാവും, അവർ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊരു പേടി നമുക്ക് ഉണ്ടാവാം. പക്ഷേ അവരെ ലെറ്റ് ദം, അല്ലേ? അതാണ് ഇന്നത്തെ ബ്ലാ ബ്ലാ.